ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ മലയാളത്തിൽ ഉണ്ട് എന്ന് പല വിധത്തിലും പറയാറുണ്ട് അല്ലേ. പക്ഷേ പല സെൻറ്റൻസുകളിലും പല രീതിയിലുമാണ് നമ്മൾ ഉണ്ടെന്ന് പറയേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സെൻറ്റൻസുകളാണ് ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഒരു വസ്തു അല്ലെങ്കിൽ ഒരാള് എന്റെ കൂടെ ഉണ്ടെന്ന് പറയണം. എങ്ങനെ പറയാം? ഇറ്റ് ഈസ് വിത്ത് മീ. അതൊരു വസ്തു ആണെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് വിത്ത് മീ, ആ വസ്തുവിന്റെ പേര് പറഞ്ഞിട്ട് പറയാം. ഇനി അതൊരാളാണെങ്കിൽ ഇറ്റ് ഈസ് വിത്ത് മീ എന്നുള്ളിടത്ത് ഇപ്പം അവൾ എന്റെ കൂടെയുണ്ട്, ഷീ ഈസ് വിത്ത് മീ എന്ന് പറയാം. അങ്ങനെ ഏതാണോ നമുക്ക് പറയാനുള്ളത് അത് സാഹചര്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇറ്റ് ഈസ് വിത്ത് മീ. ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റ് വസ്തു ആണെങ്കിൽ നമുക്ക് അതിനെ അവിടെ യൂസ് ചെയ്യാം. അതല്ല ഒരു വ്യക്തിയാണെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് വിത്ത് മീ എന്നുള്ളതാണ് എന്റെ കൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അവിടെ ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ. എന്തെങ്കിലും ഒരു സാധനം അവിടെയുണ്ട് എന്ന് പറയാറുണ്ട് അല്ലെ. എങ്ങനെ പറയാ? അവിടെ ഇന്ന സാധനം ഉണ്ടെന്നാണ്. ഇറ്റ് ഈസ് ദർ. ഇറ്റ് ഈസ് ദർ. ഇറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഏത് സബ്ജക്റ്റ് ആണോ നമുക്ക് പറയാനുള്ളത് അതവിടെ ആഡ് ചെയ്യുക. അതിനുശേഷം ഈസ് ആഡ് ചെയ്യുക, സിംഗുലർ ആണെങ്കിൽ കേട്ടോ. ഇറ്റ് ഈസ് അവിടെ, ദർ. അപ്പം ഇറ്റ് ഈസ് ദർ, അത് അവിടെയുണ്ട്. ഒരാൾക്ക് ഒരു വസ്തു ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ അറിയാം. ഇപ്പം അവൾക്കുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഷി ഹാസ്, ഷി ഹാസ്. അവൾക്ക് അതുണ്ട്, ഷി ഹാസ് ഇറ്റ്. ഇനി അത് പ്ലൂറൽ സബ്ജക്റ്റിലോട്ട് വരികയാണെങ്കിൽ ഇപ്പം ദേ ഹാവ് ഇറ്റ്, അവർക്കുണ്ട് അല്ലെ. ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിൽ വി ഹാവ് ഇറ്റ്, യു ഹാവ് ഇറ്റ്. എനിക്ക് പറയാനുണ്ട്, എനിക്ക് ചിലത് പറയാനുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതിനു വേണ്ടി എനിക്കുണ്ട് എന്നാണ് ഐ ഹാവ് സംതിങ് ടു സേ. ഐ ഹാവ് സംതിങ് ടു സേ. എന്തെങ്കിലും വസ്തു തിരയാണ്, അവർ തിരയുന്നുണ്ട്. തിരയുന്നുണ്ട്, ഇവിടെയും ഉണ്ടെന്ന് പറയുന്നുണ്ട്. തിരയുന്നുണ്ട് അല്ലെങ്കിൽ അന്വേഷിക്കുന്നുണ്ട് എന്നാണ്. ദർ ആർ സെർച്ചിങ് എന്ന് പറയാം. ദർ ആർ സെർച്ചിങ്, അവർ തിരയുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, ദർ ആർ ലുക്കിംഗ് ഫോർ ഇറ്റ്. ദർ ആർ ലുക്കിംഗ് ഫോർ ഇറ്റ്, അവർ അത് തിരയുന്നുണ്ട്. ഓക്കെ, അവൻ എഴുന്നേറ്റിട്ടുണ്ട്. അവൻ എഴുന്നേറ്റിട്ടുണ്ട്. ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് ആ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്നാണ്. സോ അവൻ എഴുന്നേറ്റിട്ടുണ്ട്. ഹി ഹാസ് വോക്കൺ. ഹി ഹാസ് വോക്കൺ. ഓക്കെ, ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ഞങ്ങളാണ് സബ്ജക്റ്റ്. പോയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ് ഗോൺ ആണ്. വി ഹാവ് ഗോൺ ദർ. വി ഹാവ് ഗോൺ ദർ. ഓക്കെ, ഒരു വസ്തു തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ആരൊക്കെ എന്തൊക്കെയാ പറയുന്നുണ്ട്. അതിലുണ്ട്, ഇതിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയണം അതിലില്ല, അതിലതില്ല എന്ന് പറയണം. ഇറ്റ് ഈസിന്റ് ഇൻ ഇറ്റ്. ഇറ്റ് ഈസിന്റ് ഇൻ ഇറ്റ്, അതിലത് ഇല്ല. ഓക്കെ, എനിക്ക് സമയമില്ലെന്ന് എങ്ങനെ പറയാം? നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലെ. ഐ ഡോണ്ട് ഹാവ് ടൈം. ഐ ഡോണ്ട് ഹാവ് ടൈം, എനിക്ക് ടൈമില്ല, എനിക്ക് സമയമില്ല. എപ്പോഴും പറയാറുള്ളതാണല്ലോ. അവർക്കൊരു പ്രശ്നമുണ്ട്. ഇവിടെ അവർക്കൊരു പ്രശ്നമുണ്ടെന്നാണ് അല്ലെ. കുറച്ച് വ്യക്തികൾക്ക് പ്രശ്നമുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ദേ ഹാവ് എ പ്രോബ്ലം. ദേ ഹാവ് എ പ്രോബ്ലം, അവർക്കൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇവിടെ 2 കസേരകളുണ്ട്. ഇവിടെ 2 കസേരകളുണ്ട്. ഒരു വസ്തു ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ 2 കസേരകൾ ഉണ്ടെന്നാണ്. ഇവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ദർ ഈസ് അല്ലെങ്കിൽ ദർ ആർ അല്ലെ. പ്ലൂറൽ ആയതുകൊണ്ട് ദർ ആർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 2 കസേരകളുണ്ട്. ദർ ആർ 2 ചെയേഴ്സ് ഹിയർ. ദർ ആർ 2 ചെയേഴ്സ് ഹിയർ. അത് വേറൊരു വസ്തുവിനെ കുറിച്ച് പറയാണ്. ഇപ്പം ഇവിടെ 2 ഫോണുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ഫോണുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ദർ ഇസ് എ ഫോൺ ഹിയർ. ദർ ഇസ് എ ഫോൺ ഹിയർ. ഒരു ഫോൺ ആയതുകൊണ്ട് കേട്ടോ. 2 ഫോൺ ആണെങ്കിൽ ദർ ആർ 2 ഫോൺസ് ഹിയർ എന്ന് പറയാം. അപ്പം നമുക്ക് കസേരനെ മാറ്റിയിട്ട് പലതും നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, മാറ്റർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പലതും നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ 2 ചെയർ ഉണ്ട്. ദർ ആർ 2 ചെയേഴ്സ് ഹിയർ. ഓക്കെ, അപ്പൊ എത്ര ചെയറാണ്, എത്ര ഫോണാണ്, എത്ര വാച്ചാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ആഡ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ സാധനങ്ങളാണെങ്കിൽ ദർ ആർ യൂസ് ചെയ്യും. സിംഗിൾ സാധനം, ഒറ്റ സാധനങ്ങളാണെങ്കിൽ ദർ ഈസ് യൂസ് ചെയ്യും. അത്രയേ ഉള്ളൂ. അവിടെ ഒരു കടയുണ്ടെന്ന് എങ്ങനെ പറയാം? അവിടെ ഒരു കടയാണ് കേട്ടോ. എങ്ങനെ പറയാം? അവിടെ ഒരു കടയുണ്ടെന്നാണ് പറയുന്നത്. ദർ ഈസ് എ ഷോപ്പ് ദർ.
ദർ ഈസ് എ ഷോപ്പ് ദർ. ഇവിടെ രണ്ട് ദർ വന്നിട്ടുണ്ട്, അവസാനത്തെ ദർ അവിടെ എന്ന് പറയാനാണ്. ഫസ്റ്റ് ദർ ഈസ് എന്നുള്ളത് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എനിക്കൊരു ചോദ്യമുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എനിക്കുണ്ടെന്നാണ് അല്ലെ, ഒരു വ്യക്തിയായ എനിക്കുണ്ട്, എനിക്കൊരു ചോദ്യമുണ്ടെന്നാണ്. അവിടെ നമ്മൾ ദർ ആറും ദർ ഈസ് എന്നല്ല, എനിക്കെന്നായത് കൊണ്ട് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ, എനിക്കൊരു ചോദ്യമുണ്ട്. ഓക്കെ, അവന് ജോലിയില്ല, അവന് ജോലിയില്ല എങ്ങനെ പറയാ? അതായത് അവന് ജോലിയില്ല, അവന് ജോലി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഹി ഹാസ് എ ജോബ്, ഹി ഹാസ് എ ജോബ് എന്ന് പറയാം. അവന് ജോലി ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിനെ ഇല്ലെന്നാക്കുമ്പോൾ കുറച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഹാവാസിന്റെ സിറ്റുവേഷനിൽ ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടെ ഡസൻറ്റ് ഹാവ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ഡോണ്ട് ഹാവ് എന്നും യൂസ് ചെയ്യും. അപ്പൊ അവനൊരു ജോലി ഇല്ല എന്ന് പറയുമ്പം ഹി ഹാസ് നോ അല്ലെങ്കിൽ ഡസൻറ്റ് ഹാസ് എന്ന് ഒരിക്കലും പറയരുത്, അത് റോങ് ആണ്. ഹി ഡസൻറ്റ് ഹാവ് എ ജോബ് എന്ന് പറയണം, അവന് ജോലിയില്ല. ഓക്കെ, നെക്സ്റ്റ്, നമുക്ക് സമയമുണ്ട് അല്ലേ. നേരത്തെ പറഞ്ഞത് എനിക്ക് സമയമില്ല, നമുക്ക് സമയമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കാണ് വി ഹാവ് ടൈം. ഓക്കെ, അവളുടെ ബാഗിൽ പണമുണ്ട്, അവളുടെ ബാഗിൽ പണമുണ്ട്, അവളുടെ ബാഗിനകത്ത് പണമുണ്ടെന്നാണല്ലോ പറയുന്നത്. എങ്ങനെ പറയാം? അവളുടെ ബാഗിനകത്തുണ്ടെന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് അവിടെ there is ആണ് യൂസ് ചെയ്യണത്. ഇപ്പം അവളെന്നുള്ളൊരു സബ്ജക്റ്റ് അവിടെ കണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അവിടെ ഹാവോ ഹാസോ അല്ല യൂസ് ചെയ്യേണ്ടത്, അവിടെ ഈസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് there is. അപ്പൊ അവളുടെ ബാഗിൽ പണമുണ്ടെന്നാണ് അല്ലെ, ഉള്ളത് എവിടെയാണ്? ബാഗിനകത്താണ്. സോ നമ്മൾ എങ്ങനെ പറയും? there is money in her bag, there is money in her bag. അവളുടെ ബാഗിൽ പണമുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല. there is nobody here, there is nobody here. ഓക്കെ, നെക്സ്റ്റ്, അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ. അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് പറയാറുണ്ട് അല്ലെ. നമ്മളൊരു വ്യക്തിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ നമുക്ക് എങ്ങനെ പറയാം? there is a hospital nearby, there is a hospital nearby. അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്. ഇനി ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന് പറയുകയാണെങ്കിലോ, ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. there is a bus stop here, there is a bus stop here. ഓക്കെ, ആ ഗ്ലാസ്സിൽ വെള്ളമില്ല, ആ ഗ്ലാസ്സിൽ വെള്ളമില്ലെന്നാണ്. there is no water in that glass, there is no water in that glass. ആ ഗ്ലാസ്സിൽ വെള്ളമില്ല. ഓക്കെ, ഇവിടെ പല ആളുകളും ഉണ്ട് അല്ലെ. ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുകയാണ്. അപ്പൊ പല രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയാറുണ്ട് ഇവിടെ പല ആളുകളുമുണ്ട്. എങ്ങനെ പറയാ? പല ആളുകൾ എന്നാണ്, ഒരുപാട് ആളുകൾ എന്ന് അല്ലെ, പല രീതിയിലുള്ള ഒരുപാട് ആളുകൾ. അപ്പം there are many people here, ഇവിടെ പല ആളുകളും ഉണ്ട്. ഓക്കെ, ഇവിടെ രണ്ട് സ്കൂൾ ഉണ്ട്. നേരത്തെ നമ്മൾ രണ്ട് ചെയർ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഇവിടെ രണ്ട് സ്കൂൾ ഉണ്ട്. എങ്ങനെ പറയാ? സിമ്പിൾ ആയി പറയാല്, രണ്ട് സ്കൂൾ ആയതുകൊണ്ട് there are two schools here, there are two schools here. രണ്ട് ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ കേട്ടോ. സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. പല ചോദ്യങ്ങളുണ്ട്, പല ചോദ്യങ്ങളും ഉണ്ട്. അപ്പം ഒരു കുട്ടി പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ചോദിക്കണം എന്തൊക്കെ ഉണ്ടായിരുന്നു? പല ചോദ്യങ്ങളുണ്ട്. എങ്ങനെ പറയാ? there are many questions, there are many questions. പല ചോദ്യങ്ങളുണ്ട് അല്ലെ. മേശപ്പുറത്ത് ചില പുസ്തകങ്ങളുണ്ട്, മേശപ്പുറത്ത് ചില പുസ്തകങ്ങളുണ്ട്. ചില പുസ്തകങ്ങളാണുള്ളത് കേട്ടോ. എവിടെയാണ്? മേശപ്പുറത്താണ്. അപ്പൊ എങ്ങനെ പറയൂ? there are some books on the table, there are some books on the table. ഓക്കെ, ഇപ്പോൾ ബസ്സുകളില്ല, ഇപ്പോൾ ബസ്സുകൾ ഇല്ല എന്നെങ്ങനെ പറയാ? there are no buses now, there are no buses now. ഇപ്പോൾ ബസ്സുകളില്ല. എനിക്കൊരു പേനയുണ്ട്, I have a pen അല്ലെ. I have a pen, I have a book, I have a watch. ഓക്കെ, എനിക്കൊരു സംശയം ഉണ്ടെന്ന് എങ്ങനെ പറയാ? I have a doubt, I have a doubt. എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, എനിക്ക് പണമില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് I have no money എന്ന് പറയാം കേട്ടോ. അല്ലെങ്കിൽ I don't have money എന്നും പറയാം. അതിനേക്കാൾ സിമ്പിൾ ആയത് I have no money എന്നാണ്. ഓക്കെ, ഇന്ന് അവനൊരു മീറ്റിംഗ് ഉണ്ട്, ഇന്ന് അവനൊരു മീറ്റിംഗ് ഉണ്ടെന്നാണ്. ഹി ഹാസ് എ മീറ്റിംഗ് ടുഡേ, ഹി ഹാസ് എ മീറ്റിംഗ് ടുഡേ. അവനായതുകൊണ്ട് ഹാസ് ആണ്. ഹി ഹാസ് എ മീറ്റിംഗ് ടുഡേ. ഓക്കെ, നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, ഞങ്ങളാണ് സബ്ജക്റ്റ്. വി ഹാവ് എ പ്ലാൻ, ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് അല്ലെ, ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോവാന് അല്ലെങ്കിൽ പഠിക്കാന്. അപ്പൊ വി ഹാവ് എ പ്ലാൻ, ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. ഇനി നമ്മൾ ഒരാളോട് ചോദിക്കാൻ നിനക്ക് സമയമുണ്ടോ എന്നെങ്ങനെ ചോദിക്കാൻ? നിനക്ക് സമയമുണ്ടോ എന്നായത് കൊണ്ട് ഡു യു ഹാവ് ടൈം, ഡു യു ഹാവ് ടൈം. നിനക്ക് സമയമുണ്ടോ? അവൾക്ക് സമയമുണ്ടോ എന്നാണെങ്കിൽ, അവൾക്ക് സമയമുണ്ടോ എന്നാണെങ്കിൽ ഡസ് ഷീ ഹാവ് ടൈം. അവിടെ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഡസ് ഷീ ഹാവ് ടൈം. ഓക്കെ, നിനക്ക് പേനയുണ്ടോ? ഡു യു ഹാവ് എ പെൻ, ഡു യു ഹാവ് എ ഫോൺ, ഡു യു ഹാവ് എ
ലാപ്പ്. എന്നാൽ അവൾക്ക് പേനയുണ്ടോ എന്നാണെങ്കിൽ ഡസ് ഷീ ഹാവ് എ പെൻ, അല്ലെങ്കിൽ ഡസ് ഷീ ഹാവ് എ കാൽക്കുലേറ്റർ, ഡസ് ഷീ ഹാവ് എ കാൽക്കുലേറ്റർ. എന്നാൽ അവളുടെ ഫോണിൽ സിം ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? അവൾക്കുണ്ടോ എന്നല്ല, അവളുടെ ഫോണിൽ സിം ഉണ്ടോ എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന, എന്നാലും ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന സെന്റൻസുകളാണ്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക. ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെന്റൻസുകളൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ, ഏതൊരു വീഡിയോയും. കാരണം ഞാൻ പറയുന്നതിന് ഇടയ്ക്കായിരിക്കും ഞാനൊരു ക്വസ്റ്റ്യൻ തരിക. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. മുമ്പത്തെ വീഡിയോസൊക്കെ വളരെ വ്യൂ കുറവാണ്, ഒന്നാമത് എക്സാമിന്റെ ടൈമാണ് ആയിരിക്കും എന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ പരമാവധി കണ്ടിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.